ഗുവാഹട്ടിയിലെ നൈറ്റ് ലൈഫ് ഇതൊക്കെയാണ് മക്കളെ. നമ്മൾ ജസ്റ്റ് വെറുതെ ഇരുന്ന സമയത്ത് വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ട്ടോ. നൈറ്റ് ലൈഫിൽ പ്രധാനമായിട്ടും രാത്രിയിൽ ഇവിടെ ചായക്കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ട്ടോ. അതുപോലെ തന്നെ ഇവിടെ രാത്രിയിലാണ് കോർപ്പറേഷൻ്റെ വണ്ടികൾ വന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോണത്. നമ്മൾ രാത്രി ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ ഹേമന്ത ബ്രോ കാറൊക്കെ ആയിട്ട് വന്നേട്ടാ. അങ്ങനെ ഞാനും രജിത്തും കാറിൽ കയറി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേട്ടാ. രാത്രിയിൽ പലയിടത്തും നടക്കുന്ന അനാശാസ്യങ്ങളും വ്യഭിചാരങ്ങളും ഇവിടെ നടപ്പുണ്ടേട്ടാ. അത് തടയാൻ വേണ്ടി പോലീസുകാരും അവിടെ നിൽപ്പുണ്ട്. പോണോയ്ക്ക് റോഡിന്റെ സൈഡുകളിലും ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോണോയ്ക്ക് ഒരാൾ വണ്ടിയിൽ നിന്നൊക്കെ വീടുണ്ടായിരുന്നു. പുള്ളി അടിച്ച് കിറിയും കിടക്കണേ നമ്മളങ്ങനെ പിടിച്ച് ഒരു സൈഡിലേക്ക് എടുത്തേട്ടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അതുപോലെ പ്രധാനമായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഒരുപാടാണ് കേട്ടോ. നമ്മളും ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. രാത്രിയിലെ നമ്മുടെ എൻജോയ്മെന്റ് ഒക്കെ ഇതൊക്കെയാണ്. ഒരു ചായയും പിന്നെ എന്തെങ്കിലും സ്നാക്സ് കേട്ടോ. ചായ എന്തായാലും മസ്റ്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പുട്ട് പോലത്തെ ഒരു സംഭവം. ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞത് നമ്മുടെ ഈ ഒരു ബ്രോയാണ് കേട്ടോ. കാരണം ഇത് ശരിക്കും പുട്ടുപൊടി ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലിൽ ശർക്കരയും പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. ഇത് ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ഇഡ്ഡലിയാണ്, പക്ഷേ ഇഡ്ഡലി അല്ല കേട്ടോ. ഇതൊരു സ്വീറ്റ്സ് ആണ്. ഇതിങ്ങനെ നിറച്ചിട്ട് നേരെ ആവി കയറ്റാൻ വെക്കോട്ടെ. നമ്മൾ പുട്ട് വെക്കണ പോലെ തന്നെയാണ് ഈ ഒരു പാത്രത്തിലേക്ക് വെക്കും. അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടി.